മച്ചാമാരൊരു കിടിലൻ പണി എന്ന് പറയുമ്പോൾ 8ന്റെ അല്ല 14ന്റെ ആ ഒരു 8ന്റെ പണിയൊക്കെ ആയിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ ഈ പട്ടാമ്പിത്തെ റോഡ് ഒന്നും അങ്ങനെ തന്നെയല്ലോ, ഫുള്ള് കച്ചറ. അവിടുത്തെ JCB ആയിട്ട് ആകെ മാന്തി കളിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എന്ത് നമ്മള് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ പോയിട്ട് മാത്തേറാനിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ. പണി കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറണം ഗായ്സ്. അപ്പോൾ ഈ പട്ടാമ്പി റോഡിൽ പിന്നെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് റോഡല്ല, ഇത് തോട്. ഈ ഫോണിൽ വ്ളോഗ് എടുത്ത് ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോകുക. അതൊരു ചില്ലട്ടാ, സംഭവം വൈബാണ്. നമ്മൾ എവിടെ എത്തിയാലും എവിടെ പോയി കഴിഞ്ഞാലും ആ സംഗതി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, അത്ര ഉള്ളൂ. ഇപ്പോൾ വണ്ടി അങ്ങ് പണി വരും. പണി ചെയ്താലല്ല നമ്മൾ ഇപ്പോൾ ആ വർക്ക് വന്നുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് കൂട്ടരുത്. ആ വർക്ക് വന്നുകൊണ്ട് ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാറിൻ്റെ ഏത് ഭാഗത്താണ്, എത്ര ടൈം എടുക്കും അത് ശരിയാവാൻ, അതിൻ്റെ പാർട്സ് എങ്ങനെ കിട്ടും, പാർട്സ് അവൈലബിലിറ്റി ആണോ എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ ഗായ്സ് മച്ചാമാരൊരു കിടിലൻ പണി എന്ന് പറയുമ്പോൾ 8ന്റെ അല്ല 14ന്റെ ആ ഒരു 8ന്റെ പണിയൊക്കെ ആയിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 30 കിലോമീറ്റർ ദൂരത്തിലേക്കാണ്, ഏകദേശം പട്ടാമ്പിന് അടുത്തായിട്ട് വരും. ഞാൻ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ നമ്മളെ 800 കാറിൻ്റെ ഇത് പോയി, എന്ത് സംസ്കൃത് കോളേജ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് വണ്ടിൻ്റെ AC നന്നായിട്ട് നല്ല വെയിലായിരുന്നു. അപ്പോൾ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹീറ്റായപ്പോൾ ഫാന് മിസ്സായി. നല്ല ഹീറ്റായപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ചാൽ ചെറിയ പുകയൊക്കെ വന്നിട്ടാ BYD ഒക്കെ. ഈ BYD കാണാൻ നമ്മളെ മലപ്പുറംകാരൻ ഏതൊരു മല കയറ്റല്ലോ, ഏതാ മല, അങ്ങനെ പറഞ്ഞു വന്നത് പട്ടാമ്പി കറക്റ്റ് മാരുതി സുസുക്കിൻ്റെ സർവീസ് സെൻ്ററിൻ്റെ ഷോറൂമിൻ്റെ ഇടയിലായിട്ട് വണ്ടി എന്തായി, വണ്ടി പണിട്ടി. പിന്നെ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ പണി ഇതൊക്കെ വരും. ഇപ്പം നമ്മളെന്ത് ചെയ്ത് സംഭവത്രേ ഉള്ളൂ, AC ആകേണ്ട ഹീറ്റായി. AC കിട്ടാണ്ടാണ് തോന്നുന്നു. നല്ല വെയിലായിട്ട് ഫാന് സ്റ്റക്കായി. ഞാൻ ഫാനൊക്കെ ഹൈ സ്പീഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫാനായിട്ട് സ്റ്റക്കായി. ഇവിടെ എന്താ പറയുക, മീൻ മാർക്കറ്റോ ഗായ്സ്. ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയുടെ മരുതൂർ എന്ന സ്ഥലത്ത് നിന്നും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് പോകട്ടാ. ഏതായാലും 8:15 ട്രെയിന്. അപ്പോൾ നേരത്തെ അവിടെ എത്തിയിട്ടും കാര്യമില്ല. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ പട്ടാമ്പി നമ്മളെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കാമെന്ന് കരുതി. കയ്യിലുള്ള സാധനം കണ്ടാ ഞാൻ പറയാം. എന്ത് സംഭവിച്ചെന്നായി, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും കമ്പനിക്കാരനും കൂടെ ഞങ്ങൾ പട്ടാമ്പിയിലേക്കൊന്ന് ഒരാവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിട്ടോ. അങ്ങനെ അവിടെ കേട്ട് നല്ല വെയിലായിരുന്നേ, നല്ല വെയിൽ, ഹെവി വെയിൽ. പുതിയ ഷോപ്പുകൾ, പട്ടാമ്പിയുടെ വികസനം. മേലെ പട്ടാമ്പി നമ്മുടെ നിലവിലുള്ള കേട്ടോ. അങ്ങനെ AC-ന്റെ ഫാന് സ്റ്റക്കായി, മാരുതി സുസുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റക്കായി. അത് നേരെ എന്ത് ചെയ്തു, കുറച്ച് ചെറുതായിട്ട് പോകട്ടെ വന്നു. അങ്ങനെ നമ്മളെ സർവീസ് സെൻ്ററിലിട്ടു. ഈ സർവീസ് സെൻ്ററിലേ സുസുക്കിൻ്റെ ഇട്ടു. അപ്പോൾ അവർ പറഞ്ഞാൽ ഒടുക്കത്തെ GST റേറ്റ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളേതായാലും സെക്കൻഡ് ഹാൻഡ് പിന്നെ കാർ ഡ്രൈവിംഗ് ഒന്ന് പഠിക്കാനായിട്ട് എടുത്ത സംഗതിയാണ്. അപ്പോൾ അവരിട്ട് കഴിഞ്ഞാൽ വെറുതെ ഉള്ള പൈസ അവർ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഇവിടുന്ന് ട്രെയിൻ സൗകര്യം ഉള്ളതുകൊണ്ട് എന്തായി, നമ്മൾ നേരെ ട്രെയിനിൽ കയറിപ്പോയി. ഈ ട്രെയിനിൽ വന്നു വെറും 40 മിനിറ്റ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പട്ടാമ്പിയിലെത്തും. ഷോറൂമിൽ ഞാൻ 2ാമത്തെ ദിവസം വന്നിട്ട് ഷോറൂമിൽ നിന്ന് വണ്ടി എവിടെ ഇട്ടു, നമ്മളെ വർക്ക്ഷോപ്പിലിട്ടു. ഞാൻ വലിച്ച് നീട്ടല്ല കേട്ടോ, കാരണം കുറേ ദൂരം നടക്കാണ്ട് 3 കിലോമീറ്റർ ഉണ്ട്. നോക്കട്ടെ, ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചാൽ അപ്പം ഞാൻ ബസ് കയറിപ്പോകും. അപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ആകെ 1.5 കിലോമീറ്റർ ഉള്ളൂ. 8:15 ട്രെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എത്തിയിട്ടും കാര്യമില്ല. ഇതേപോലുള്ള
സംഭവം അടിപൊളി കേട്ടോ ഇവിടെ. എടാ നമ്മളങ്ങനെ പാലക്കാടിൻ്റെ പട്ടാമ്പിയിൽ ചെറുപ്പളശ്ശേരി റോഡിൽ നിന്ന് ജംഗ്ഷനിലേക്ക് എത്താനായിട്ടാണ്. അടിപൊളി. ഓണക്കാലമല്ലേ, പൂക്കൾ സൈഡിൽ കണ്ട. നമ്മളങ്ങനെ പട്ടാമ്പിയിൽ ലോക്കായി പോയി. ഇത് പട്ടാമ്പിയിൽ ചെറുപ്പളശ്ശേരിക്ക് കയറുന്ന റോഡാട്ടാ. എനിക്ക് വേണമെങ്കിൽ ഈ സാധനതാ നമ്മൾ ഈ കയ്യിലുള്ള ഫാനാണിത്. ഫാൻ തിരൂരിന് വാങ്ങി തരുന്നത്. അപ്പോൾ ഈ ഫാന് വാങ്ങുന്ന സമയത്ത് നമ്മളെ ഇതിൻ്റെ MDFI 5 ഗിയറാണ്. ഈ 5 ഗിയറിൻ്റെ പാർട്സ് കിട്ടാൻ ഭയങ്കര പണിയാണ്. പണി മീൻസ് പാർട്സ് ഉണ്ട്, പക്ഷെ നമ്മളെ മാരുതി 4th ഗിയറിൻ്റെല്ലോ അതിൻ്റെ അത്ര അവൈലബിലിറ്റി ഇല്ല. അതാണ് സംഗതി. അപ്പോൾ ഈ സാധനമായിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിക്കാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബസ് കയറിയിട്ട് വേഗം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. പട്ടാമ്പി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അവസരമാണ്. നമ്മളെ തുറുപ്പുകുല്ലാൻ സിനിമയിൽ പറയണ്ടല്ലോ, തുറുപ്പുകുല്ലാനല്ലേ മമ്മൂക്കവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് ഇതുവരെ കൊച്ചിയിൽ സെൻട്രൽ ജയിൽ എക്സ്പ്ലോർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകില്ല. അതേപോലെ തന്നെ പട്ടാമ്പി കാണാനുള്ള അവസരമാണ്. ഇവിടെ ഈ പട്ടാമ്പിത്തെ റോഡ് ഒന്നും അങ്ങനെ തന്നെയല്ലോ, ഫുള്ള് കച്ചറ. അവിടുത്തെ JCB ആയിട്ട് ആകെ മാന്തി കളിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്ന് രാവിലെ മഴ പെയ്തതിൻ്റെ ശേഷമാണ് ഇവിടെ ഒന്ന് ഒതുങ്ങിയിട്ടുള്ളത്. കേട്ടാ പൊടിയില്ല, പകരം ചാടിയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റക്കായി എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഭാഗത്താട്ടോ. ഈ മാരുതിൻ്റെ സുസുക്കിൻ്റെ ആണ്ടോ അരീന ഈ ഭാഗത്താണ് വണ്ടി നമ്മൾ AC ഫാൻ സ്റ്റക്കായി പോയത്. വണ്ടി ഓഫായി എന്ന് പറയുന്നതായിരിക്കും ശരി. ഫാൻ സ്റ്റക്കായിട്ട് വണ്ടി ഓഫായി. വെള്ളം മൊത്തം പോയതിന് ശേഷം സംഭവിച്ചതാണ്. ഈ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ കേട്ടോ. ഇതെന്താടാ, റോഡാണോ അതോ തോടാണോ ഒരു സംശയം. ചളി വിളി ഒരു രക്ഷയില്ലല്ലോ. സൈഡിൽ കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ മേത്തിയാകെ ചളി വരയ്ക്കുന്നു. ചെറുക്കാനുള്ള എല്ലാവരുടെ ചാൻസ് കൊണ്ട് തെളിച്ച് കഴിഞ്ഞാൽ പണം കിട്ടി. ചളി തെറിപ്പിച്ചാൽ ഞാൻ തെറിപ്പിച്ചുള്ള വീഡിയോ കാണിച്ചതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മെല്ലെ നമ്മൾ പട്ടാമ്പി ടൗണിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അവസരം. ചളി തെറിപ്പിച്ചാൽ ഞാൻ വീഡിയോ കാണിച്ചതാണ്. എടാ ഇത് റോഡല്ല, ഇത് തോട്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതാ. റോഡല്ല, തോട്. തോട് നടുവിലാണ് നമ്മുടെ റോട്ടിൽ കൂടെ കയറി നടക്കട്ടെ. റോഡല്ല, സൈഡിലൂടെ കയറി നടക്കണം. അത് ശരിക്കും ഇതാണ് റോഡ്. ആരെങ്കിലും ചളി തെറിപ്പിക്കേണ്ട നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലും എടുക്കാണല്ലോ ഗായ്സ്. അപ്പോൾ ഈ പട്ടാമ്പി റോഡിലിതാ പിന്നെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, മഴ പെയ്താൽ ചളി പിടിക്കും. ഇനി മഴ അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടിപൊടി പൊടി തിലകം. ഒരു രക്ഷയില്ല. സംഭവം റോഡൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല വീതി, അടിപൊളി മീൻസ് നല്ല വീതി ഉള്ള വഴിയാട്ടോ. കണ്ടാ, ബട്ട് മെയിൻ്റനൻസ് തീരെ കുറവാണ്. ഇതെന്താണ് ഇവർ മെയിൻ്റനൻസ് ചെയ്യത്തില്ല? അലക്സ് മൂവീസ്. അങ്ങനെ നമ്മൾ പട്ടാമ്പി ജംഗ്ഷനിലെ സിഗ്നൽ അതിനവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയുന്ന ആളുണ്ടായിരുന്നു. അത് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വർക്ക്ഷോപ്പിൽ ഇട്ടുള്ളത്. അറിയാത്ത വർക്ക്ഷോപ്പിലാണെങ്കിൽ നമ്മളെ ഓരോരോ സാധനങ്ങൾ പഹന്മാർ മാറ്റും. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു അവസരം കിട്ടാൻ എല്ലാവരും കാത്തിരിക്കുക. നല്ലൊരു അവസരം കിട്ടാം. അപ്പോൾ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ഇനി നല്ലൊരു ചായം കുടിച്ചിട്ട് ട്രെയിനിലാണ് കയറാൻ പറ്റാക്കാണ്ട്. ഇഷ്ടംപോലെ ടൈമുണ്ട്. ഓണത്തിൻ്റെ സമയമാണ് കേട്ടോ. എല്ലായിടത്തും പൂക്കച്ചവടം. എടാ ഈ ഞാൻ ഒരുപാട് ഇതട്ടോ പെട്ടാൽ പിന്നെ ഇവിടെ സ്റ്റാൻഡാണ്. ഞാൻ ഒരുപാട് കാലമായി ഇവിടെ ഒരു നോട്ടം. നമ്മൾ നടക്കണം, വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ. ഇതൊരു പറ്റിയ അവസരം. ഇറ്റ്സ് എ ബെസ്റ്റ്.
സിറ്റുവേഷൻ. ഇതിൽ ഒരുപാട് മെച്ചങ്ങളുണ്ടായി. നമുക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ മനസ്സിലായി, വ്യായാമമായി, പട്ടാമ്പി കാണാനായി, ഒരു ചെറിയ എക്സ്പീരിയൻസ്, ട്രാവൽ എല്ലാം കൊണ്ട് എക്സ്പീരിയൻസ് ആയി. അടിപൊളി സംഭവം. സംഭവം തിമിർത്ത്. അങ്ങനെ നമ്മൾ പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ. ഇത് പട്ടാമ്പി വീഡിയോ കേട്ടോ. പട്ടാമ്പി ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. അങ്ങനെ പട്ടാമ്പിയിലൂടെ ഈ കാറിന്റെ ഫാനം പിടിച്ച് ഞാനിതാ യാത്ര വീണ്ടും നമ്മൾ ട്രെയിനാണ് പോകുന്നത്. കാരണം വണ്ടി റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് പോകണം ഏറ്റവും നല്ലത്. പിന്നെ ബസ്സിന് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് പോകുമായിരുന്നു, വേഗം എത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അത് വേണ്ട, നമുക്ക് ട്രെയിനൊരു വേറെ ചില്ലാണ്, വൈബാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്ന് പോവാം. ഗായ്സ്, അങ്ങനെ നമുക്കിനി ഏകദേശം 500 മീറ്റർ മാത്രമേ ഉള്ളൂ. വെറും 500 മീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ. അരമണിക്കൂറുകൊണ്ട് നമ്മൾ 5 കിലോമീറ്റർ നടന്നാണ്. ഞാൻ അത്രയും സ്ലോയിലാണ് നടക്കുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. പണി കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറണം. പിന്നെ അത്രയും വേറൊരു ലാഭം കൂടി ഉണ്ട്. നമ്മുടെ ബസ് ഫെയർ ഒരു 14 രൂപ. അത് ലാഭമാണ്. ഒരു ചെറിയ പ്രോഫിറ്റ് പോലും നമ്മൾ മിസ്സാക്കരുത്. സംഭവേ വേറെ റേഞ്ചായി. 1/2 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 6 ഇനി 400 മീറ്റർ. ഇതൊക്കെ എന്ത് നമ്മൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മുംബൈ പോയിട്ട് മാത്തേരാനിൽ ആ വീഡിയോ ചിലപ്പോൾ ഇതിന് മുന്നേ വരും, അല്ലെങ്കിൽ ഇതിന് ശേഷം വരും. മാത്തേരാൻ പോയിട്ട് ഇതങ്ങനെ വലിയ നടന്നു എന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറുത്. ഇനി നമ്മളെത്ര നാട്ടാക്കാൻ കേട്ടാക്കണേ. ഞാനേ പിന്നെ അവിടെ കണ്ടോ പാലത്തിന്റെ അടിയിൽ ഒരു യാചകനെ കണ്ടിട്ടോ. പക്ഷെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്യാഷ് കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. വെറുതെ ചാക്ക് വെച്ച് ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. പിച്ചക്കാർക്ക് പോലും യാചകർക്ക് പോലും നമ്മൾ ശരിക്കും ക്യാഷ് കൊടുക്കാതെ പോകും. അതാണ് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോഴുള്ള പ്രശ്നം. ഇവിടെ 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. മഴ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നടക്കലുണ്ടല്ലോ, അത് നടക്കില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ്. എന്താണ് ഇത് പറയൂ. നമ്മളെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഗായ്സ്, അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്താനായി. എടാ, ഇത്ര ദൂരം മഴ പെയ്തിട്ടോ നമ്മൾ നടന്നിട്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്തത്. മഴ പെയ്യട്ടെ, വിഷയമല്ല. നമ്മളെ പിന്നെ വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ, കുടിക്കാന്ന് ആലോചിച്ച് നിൽക്കരുത്. എന്തായാലും റെയിൽവേ പോയി കുടിക്കണ്ട. അപ്പൊ തൊട്ട് മുന്നിൽ നമ്മളൊരു ബാക്കിൽ തന്നെ നിൽക്കുന്ന ഷോപ്പുണ്ട്, അവിടെ കയറി കുടിക്കാം.